ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴങ്ങളും പച്ചക്കറികളും ശരീരത്തിന് നൽകുന്ന ഗുണങ്ങൾ ചെറുതൊന്നുമല്ല. വളരെ സുലഭമായി ലഭിക്കുന്നതും ധാരാളം പോഷക ഗുണങ്ങൾ ഉള്ളതുമായ ഒന്നാണ് ആപ്പിൾ. പൊതുവെ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏറെ ഇഷ്ടമാണ് ആപ്പിൾ കഴിക്കാൻ. ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുന്നത്. ധാരാളം ഫൈബർ അടങ്ങിയൊരു പഴമാണ് ആപ്പിൾ. ഇത് കഴിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് ശരീരത്തിന് നൽകുന്നത്. പ്രമേഹം മുതൽ പല രോഗങ്ങളും തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ. പഴങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണെങ്കിലും അതൊക്കെ ജ്യൂസാക്കി അകത്താക്കാനാണ് പലർക്കും താല്പര്യം. എങ്കിലിതാ വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള ആപ്പിളൊക്കെ കഴുകിയെടുത്ത് തൊലിയൊക്കെ ചെത്തി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുറിച്ചെടുത്ത ആപ്പിളൊക്കെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മധുരത്തിനുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ എടുത്ത ആപ്പിൾ നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ കൂടുതലും പഞ്ചസാര ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് നന്നായി തിളപ്പിച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടി ടേസ്റ്റി ആക്കിയാലോ. അതിന് ഞാനിവിടെ ഒരു ബൂസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടിയ 5 രൂപയുടെ ഒരു ബൂസ്റ്റാണിത്. നമുക്കിത് കൊണ്ടാണ് നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഒന്നുകൂടി ടേസ്റ്റ് ആക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ജ്യൂസ് സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അല്പം ബൂസ്റ്റ് വിതറി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തയ്യാറാക്കി വെച്ച ആപ്പിൾ ജ്യൂസാണ്. ഗ്ലാസിൻ്റെ പകുതി വരെ ആപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒന്നുകൂടി നമ്മുടെ ബൂസ്റ്റ് ഇതുപോലെ വിതറി കൊടുക്കുക. വീണ്ടും നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും മുകളിലായിട്ട് നമ്മുടെ ബൂസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ബൂസ്റ്റിന് പകരം ഹോർലിക്സ് ആയാലും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ ആപ്പിൾ ജ്യൂസിൽ ഞാനിവിടെ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് നട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക. കൂടുതൽ ടേസ്റ്റി ആക്കണമെങ്കിൽ തേനും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പൊതുവേ നമ്മുടെ ആപ്പിളൊക്കെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ്. എങ്കിലും ചിലർക്കൊക്കെ ആപ്പിൾ കഴിക്കാൻ മടിയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു നോക്കിയേ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ആപ്പിൾ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.